Propagation in the first counts during the region of Kanishka. Buddhism split into major sects of Himalaya and അതായത് കനിഷ്ക അദ്ദേഹം കനിഷ്ക മഹാരാജാവിന് ബുദ്ധനെ വളരെ ഇഷ്ടമായിരുന്നു. And Buddhism become Buddhism weak and 7th century ആയപ്പോഴേ ബുദ്ധിസം ഡിക്ലൈൻ ഏകദേശം വീക്ക് ആവാൻ തുടങ്ങി. ഓക്കെ, അങ്ങനെ അവസാനം എന്ത് ചെയ്തു? ബുദ്ധമതം ഇല്ലാതെയായി. ദ 16th മഹാജനപദാസ്. ഇനി എങ്ങനെയാണ് നമുക്ക് 60s നമ്മുടെ ഹെഡിങ് എന്താണ്? മഹാജനപദ. ഈ മഹാജനപദ എത്ര ഉണ്ട്? 16 എണ്ണം. അത് എവിടുന്ന് വന്നതാണ്, എന്താണെന്ന് നോക്കാം. ദ 16th BC നോട്ട് ദ പീരീഡ് ഓഫ് സോഷ്യോ എക്കണോമിക് ആൻഡ് റിലീജിയസ് ഡെവലപ്മെന്റ് ബട്ട് ഓൾസോ വിറ്റ്നസ് ന്യൂ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്. ഇറ്റ് ഈസ് ലേറ്റർ വേദിക് പീരീഡ് ആസ് വി ഹാവ് സീൻ ഏർലിയർ ടു പീപ്പിൾ ടു അഗ്രികൾച്ചറൽ. നമുക്കറിയാം പിന്നീടാണ് ഈ മഹാജനപദാസ് എന്നുള്ളൊരു കൺസെപ്റ്റ് വരുന്ന സമയത്ത് അഗ്രികൾച്ചറിലും പിന്നെ നാഗരികമായും വളരെ ഒരു സെക്കൻഡ് അർബണൈസേഷനിലേക്ക് വരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ദ പെർമനന്റ് സെറ്റിൽമെന്റ് ടു ദി ഫൗണ്ടേഷൻ ഓഫ് ജനപദാസ് വാസ് ടെറിട്ടോറിയൽ സ്റ്റേറ്റ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ കിങ്. രാജാവിന്റെ കീഴെ ടെറിട്ടോറിയൽ സ്റ്റേറ്റ്, പ്രാദേശികപരമായിട്ടുള്ള ഇപ്പം നമ്മൾ സ്റ്റേറ്റിനെ സംസ്ഥാനം എന്ന് പറയും. ആ സമയത്ത് സംസ്ഥാനം എന്ന് പറയുന്നില്ല, പ്രാദേശിക പ്രദേശങ്ങൾ തന്നെയാണ്. സ്റ്റേറ്റ് മീൻസ് ഇന്നത്തെ അത്ര ഡെവലപ്മെന്റ് അന്നില്ല, പക്ഷെ അതും സ്റ്റേറ്റ് പോലെ ഡിവൈഡ് ചെയ്ത 16 പ്രദേശങ്ങളായിരുന്നു. ആരുടെ കൺട്രോളിൽ? ദ കിങ്ങിന്റെ കൺട്രോളിൽ. The 6th century BC, the main era of political activity account the better rainfall, the river system, but was also closer the production of centers, the use of better iron tools and weapon enabled some territorial state and become very large, and they came to called Mahajanapada. അതുകൊണ്ട് തന്നെ അവരുടെ കയ്യിലുള്ള ടൂള് കൊണ്ടും അവരുടെ ആഭരണം കൊണ്ടൊക്കെ അവിടെ ആ ഒരു 16 മഹാജനപദങ്ങളും കറക്റ്റ് വേർതിരിച്ച് കറക്റ്റ് പ്രദേശങ്ങളാക്കി മാറ്റി രാജാവിന്റെ കീഴിൽ. ദ മോസ്റ്റ് ഓഫ് ദം were situated north of Vidyas and between ബീഹാർ ആൻഡ് ദ ഈസ്റ്റ് ഓഫ് നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ. അതായത് പിന്നെ ബീഹാറിന്റെ നോർത്ത്, വടക്ക് പടിഞ്ഞാറ് ഭാഗത്തെ അതിർത്തി ഫ്രോണ്ടിയറിലാണ് അവരുണ്ടായിരുന്നത്. ദിസ് ലിസ്റ്റ് ഓഫ് 16 മഹാജന ഇസ് ഗിവൺ ബിലോ. അതായത് മിസ് ഇവിടെ വായിക്കുന്നുണ്ട്, 16 മഹാജനപദാസ് ആണുള്ളത്. അത് ഒന്ന് അംഗ, മഗധ, കാശി, വത്സ, കോസല. മിസ് എഴുതിയിട്ടില്ല, മിസ് ജസ്റ്റ് ഒന്ന് വായിക്കാണ്. കോസല, സുരസേന, പാഞ്ചാല, കുരു, മത്സ്യ, ചേതി, അവന്തി, ഗാന്ധാര, കംബോജ, അസ്മക, വജ്ജി ആൻഡ് മല്ല. അപ്പൊ ഇതൊക്കെ എന്താണ്? ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? 16 മഹാജനപദാസ്. ഇതിനൊക്കെ ക്യാപിറ്റലും ഉണ്ട്, മോഡേൺ ലൊക്കേഷൻ. ഇപ്പോഴത്തെ മോഡേൺ ലൊക്കേഷൻ അത് ഇപ്പം എവിടെയാണെന്നുള്ളതാണ് മോഡേൺ ലൊക്കേഷൻ. പണ്ടത്തെ പേരുകളാണ്. 16 മഹാജനപദാസ് ആണ് മിസ് വായിച്ചത്. ഓക്കെ, നെക്സ്റ്റ് ദ മഹാജനപദാസ് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ദ റൈസ് ഓഫ് മഗധ. അതിൽ ഈ മഹാജനപദാസിൽ ഒന്നാണ് മഗധ. മിസ് വായിച്ചതിൽ മഗധ അല്ലായിരുന്നു നേരത്തെ? നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അംഗ, മഗധ. മിസ് രണ്ടാമത് വായിച്ചത് മഗധ. അംഗ, മഗധ, കാശി. മിസ് വായിക്കുന്ന പേര് നിങ്ങളെ മനസ്സിലേക്ക് ജസ്റ്റ് കൊണ്ടുവരണം കേട്ടോ. കാരണം ഇതിൽ പലതും വെറൈറ്റി നഗരങ്ങളായി മാറുന്നുണ്ട് പിൽക്കാലത്തേക്ക്. കാശി, വത്സ, സുരസേന, പാഞ്ചാല, കുരു, മത്സ്യ, ചേതി. രണ്ടാമത്തെ മഗധ. അംഗ, മഗധയാണ് പിന്നീട് വേറൊരു ഇമ്പോർട്ടൻസ് ആയിട്ട് ടൗൺ ആയി മാറിയത്. ഓക്കെ, the political fight among the Mahajanapadas led ultimately in them namely Magadha emerged the most powerful state in the vast empire. അവസാനം ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഇഷ്യൂ ഒക്കെ ഉണ്ടാവുമ്പോൾ അങ്ങനെ പരസ്പരം കലഹങ്ങളും ചെറിയ കുഞ്ഞു സംഭവങ്ങളൊക്കെ എന്താ പറയുക, യുദ്ധങ്ങളല്ല എങ്കിലും ലാസ്റ്റ് അതിൽ പവർ ചെയ്ത് വിൻ ചെയ്തത് മഗധ എന്ന് പറയുന്ന ഒരു പ്രദേശമാണ്. ദ ഏർലിയസ്റ്റ് ഇമ്പോർട്ടൻസ് റൂളർ ഓഫ് മഗധ വാസ് ദ കിങ് ഓഫ് ബിംബിസാര. മറന്നു പോകരുത്, മഗധയിലെ രാജാവായിരുന്നു ബിംബിസാര. ദ റൂൾ ഓഫ് 52 years ഫ്രം അദ്ദേഹം 52 വർഷം മഗധ ഭരിച്ചു എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ മഗധ ദ പോളിസി ഓഫ് ഇന്റർനാഷണൽ മാരേജ് സിസ്റ്റർ ഓഫ് പ്രസിദ്ധ കിങ് ഓഫ് കോസല രാജ്യത്തെ രാജാവിന്റെ മകളെ ആയിരുന്നു ആര് വിവാഹം കഴിച്ചത്? നമ്മുടെ ബിംബിസാര മഹാരാജാവ്. ഷി ബ്രോട്ട് ഡൗറി ഓഫ് ദ അലൗഡ് മഗധ ടു കോൺസെൻട്രേറ്റ്. അന്നത്തെ കാലഘട്ടത്തിൽ രാജാക്കന്മാർ പരസ്പര അയൽ രാജ്യങ്ങൾ, അതായത് നേരത്തെ നമ്മൾ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ചെറിയ കുഞ്ഞൊരു അയൽ രാജ്യങ്ങളാണ്. 16 സ്റ്റേറ്റാണ് നമ്മൾ പറഞ്ഞത്. അതിൽ ഓരോ സ്റ്റേറ്റും അയൽവാസിയായിട്ട് വരുമല്ലോ പ്രാദേശിക. അപ്പോൾ ഇവർ അംഗ, കാശി, കുരു, വജ്ജി, ചേതി. അപ്പോൾ ഇവിടെയൊക്കെ രാജകുമാരിമാരുണ്ടാവും. ഇവരൊക്കെ കിങ് ആയിരിക്കും, ഭരിക്കുന്നവരൊക്കെ കിങ് ആയിരിക്കും. ആ കിങ് മറ്റൊരു ബിംബിസാരല്ലേ, അതേപോലെ പിന്നെ കിങ് ആയിരിക്കും എവിടെ? ഓക്കെ,
ബിംബിസാര ഭരിക്കുന്ന മഗധയിലാണ്. അപ്പോൾ അപ്പുറത്തുള്ള അയൽരാജ്യത്തെ രാജകുമാരീനെ ഇവർ കല്യാണം കഴിക്കും. അങ്ങനെ രണ്ട് രാജ്യങ്ങൾ അല്ലെങ്കിൽ രണ്ട് സ്റ്റേറ്റുകൾ തമ്മിൽ, കുഞ്ഞു അയൽ രാജ്യങ്ങൾ തമ്മിൽ നല്ല റിലേഷൻ, അതായത് എന്തെങ്കിലും അവിടെ ആക്രമണം വരുമ്പോൾ ഇവർ സഹായിക്കാൻ പറ്റുന്ന ഒരു റിലേഷനും അന്നത്തെ കാലത്തുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഒരു വിവാഹബന്ധം എന്ന് പറയുന്നത് ഒരു റിലേഷനാണ്. എന്തിൻ്റെ റിലേഷനാണ്? ഇവർക്ക് മുന്നോട്ടുള്ള ഇവരുടെ ഒരു എന്താണ് പവറാണ് ഇവരുടെ വിവാഹം. കാരണം ഇവർ സാധാ ആൾക്കാരല്ല രാജാക്കന്മാർ വിവാഹം കഴിക്കുന്നത് നെക്സ്റ്റ് അയൽ പ്രദേശത്തുള്ള, അല്ലെങ്കിൽ നേരത്തെ നമ്മൾ 16 മഹാജനപദാസ് ഒക്കെ ഓരോ അയൽ രാജ്യങ്ങളാണോ അതിലുള്ള രാജകുമാരിമാരെ കല്യാണം കഴിക്കുന്നത്. പിന്നെ ആ രാജാവ് ഇവരുടെ അടുത്തേക്ക് വരും. അങ്ങനെ ഒരു സിസ്റ്റം, ഒരു സീക്രട്ട് സിസ്റ്റവും ഇതിൽ നിലനിന്നിരുന്നു. ഓക്കെ. അശോക മഹാരാജാവിൽ നമുക്കറിയാം, അശോക ഇറ്റ് ഈസ് റിട്ടൺ ഇൻ ലാംഗ്വേജ് ഇൻ സ്ക്രിപ്റ്റ്. വാട്ട് ഈസ് ദ ഓഥർ ഓഫ് ഇൻഡിക്ക? അപ്പോൾ അശോക മഹാരാജാവായിരുന്നു, പ്രധാനപ്പെട്ട ഒരു മൗര്യ രാജാവായിരുന്നു ആര്? അശോകൻ. Then dynasty of Srishinga, then നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് റൈസ് ഓഫ് മൗര്യൻ എംപയർ. എസ്റ്റാബ്ലിഷ് മൗര്യൻ ഡൈനാസ്റ്റി, ചന്ദ്രഗുപ്ത മൗര്യ ഇൻ 321 BC മൗര്യ ഡൈനാസ്റ്റി റൈസ് ചെയ്യുന്നത്. ചന്ദ്രഗുപ്ത മൗര്യനാണ് മൗര്യ സാമ്രാജ്യത്തിൻ്റെ ഉപജ്ഞാതാവ്. ടേണിംഗ് പോയിന്റ് ഓഫ് ഹിസ്റ്ററി ഓഫ് ഏർലി ഇന്ത്യ. നമ്മുടെ ടേണിംഗ് പോയിന്റ് ആണ് എന്ത്? നമ്മുടെ Maurya Empire is a turning point. We have our disposal number of sources with better light to history of our India. Indian history ചരിത്ര താളുകൾ സുവർണ്ണ ലിപിയിൽ എഴുതി വെച്ച ഒരു മൊമെന്റ് അല്ലെങ്കിൽ നിമിഷമാണ്, ഭരിച്ചിരുന്ന സമയമാണ് മൗര്യ എംപയർ, ചന്ദ്രഗുപ്ത മൗര്യ. ഓക്കെ. ദെൻ പ്രാകൃത് എന്ന ലാംഗ്വേജ് റിട്ടേൺ ബൈ ബ്രഹ്മി സ്ക്രിപ്റ്റ് ദ മോസ്റ്റ് ഓഫ് ദ ഏരിയ. പ്രാകൃത്, ബ്രഹ്മി എന്ന് പറഞ്ഞ ലിപികളൊക്കെ സ്പ്രെഡായത് ആ കാലഘട്ടത്തിലാണ്. ഓൾസോ ഫസ്റ്റ് എവിഡൻസ് ഓഫ് റൈറ്റിംഗ് ആൻഷ്യൻ ഇന്ത്യ. എഴുത്ത് ലിപികൾ ഉണ്ട് എന്ന് ഇന്ത്യയിൽ മനസ്സിലായ എക്സാമ്പിളാണ് ഇത്, നമ്മുടെ പ്രാകൃത് ആൻഡ് ബ്രഹ്മി ലിപി. ആസ് ദ ആർക്കിയോളജിക്കൽ സോഴ്സ് ഓഫ് കൺസേൺ കോയിൻസ്, പഞ്ച് മാർക്കഡ് കോയിൻസ് ആൻഡ് റിമെയിൻസ് ദ പ്ലേസസ് ഓഫ് അശോക എറ്റ് കുംഭസാര ആൻഡ് സെവറൽ പീസസ് ഓഫ് സ്കൾപ്ചേഴ്സ് ആർ ഇമ്പോർട്ടൻറ്റ്. അശോക മഹാരാജാവായിരുന്നു അവിടെ ഭരിച്ചിരുന്നതിനുള്ള പല പ്രൂഫുകളും കോയിനിലൊക്കെ അദ്ദേഹത്തിൻ്റെ തലയൊക്കെ ഉണ്ടാവും, കോയിനൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലായി. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലിറ്റററി സോഴ്സ് ഓഫ് ദ അർത്ഥശാസ്ത്ര ബൈ കൗഡില്യ ഓഫ് ഇൻഡിക്ക ഓഫ് മെഗസ്തനീസ് എഴുതിയ ഇൻഡിക്ക, അർത്ഥശാസ്ത്രം എഴുതിയ കൗഡില്യ, അതൊക്കെ ഇതിൽ ഇമ്പോർട്ടൻസ് ആണ്. അവർ എഴുതിയ ഗ്രന്ഥങ്ങളാണ്. ഇറ്റ്സ് ഗീവ്സ് അഡ്വൈസ് ദ കിങ് ടു നോ റൂൾ ദ ഡിസ്ചാർജ് ഓഫ് ഡ്യൂട്ടീസ്. ഇൻഡിക്ക അക്കൗണ്ട്സ് ഓഫ് ലെഫ്റ്റ് ഓഫ് ഗ്രീക്ക് അംബാസഡർ മെഗസ്തനീസ് സെൻഡ് ബൈ സെലൂക്കസ് ദ കോർട്ട് ഓഫ് ചന്ദ്രഗുപ്ത മൗര്യ. ഈ മെഗസ്തനീസ് എന്ന് പറയുന്ന ആള് ആരായിരുന്നു? ഒരു യൂറോപ്യൻ സഞ്ചാരിയായിരുന്നു. അദ്ദേഹം അങ്ങനെ വന്ന് എവിടെത്തി? ചന്ദ്രഗുപ്ത മൗര്യൻ്റെ രാജാവിൻ്റെ അടുത്തെത്തിയപ്പോൾ ചന്ദ്രഗുപ്ത മഹാരാജാവിൻ്റെ രാജഭരണവും നല്ല പോസിറ്റീവായിട്ട് ഉണ്ടായ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ എഴുതിയ ഇതാണ് ഇൻഡിക്ക. അപ്പം മെഗസ്തനീസ് അവിടേക്ക് വന്ന വിസിറ്റർ ആയിരുന്നു. നമ്മുടെ ആരായിരുന്നു? നമ്മളെന്താ പറയുക, നമ്മളെ അതിഥി. ഓക്കെ. അദ്ദേഹം നമ്മുടെ രാജ്യത്ത് വന്ന അതിഥിയായിരുന്നു മെഗസ്തനീസ്. ആരുടെ കാലഘട്ടത്തിലായിരുന്നു? ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കാലഘട്ടത്തിലാണ് നമ്മൾ മെഗസ്തനീസ് അതിഥിയായി വന്നത്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ചന്ദ്രഗുപ്ത മൗര്യൻ്റെ എല്ലാ സംഭവങ്ങളും കണ്ട് മനസ്സിലാക്കി അദ്ദേഹത്തിന് തോന്നി ഇതൊന്ന് എഴുതി വെക്കണമല്ലോ, നമുക്ക് റെക്കോർഡിക്കലായിട്ട് അത് സ്ക്രിപ്റ്റ്, അതിനുള്ളതാണ് സ്ക്രിപ്റ്റ്. പാലി ഭാഷയിൽ അദ്ദേഹം എഴുതി വെച്ചു അല്ലേ. അങ്ങനെ എഴുതി വെച്ച ബുക്കിൻ്റെ പേരാണ് എന്ത്? ഇൻഡിക്ക. മറന്നു. അതേപോലെ തന്നെ നമ്മുടെ മൗര്യ രാജാവായ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ രാജകൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന ഒരു പണ്ഡിതനായിരുന്നു കൗഡില്യൻ. അദ്ദേഹം എഴുതിയ ബുക്കാണ് അർത്ഥശാസ്ത്ര. അതിൽ പറയുന്ന ചന്ദ്രഗുപ്ത മൗര്യൻ അന്നുണ്ടായ അഡ്മിനിസ്ട്രേഷനും അദ്ദേഹത്തിൻ്റെ പിന്നെ വീരചരിതങ്ങളാണ് അന്നത്തെ മതപണ്ഡിതന്മാർ അധികം എഴുതുക. അവർ നെഗറ്റീവ് ഒന്നും പ്രധാനമായിട്ട് ഇതിൽ കാണുന്നില്ല എന്നുള്ളത് ഒരു ചെറിയൊരു നെഗറ്റീവ് തന്നെയാണ്. കാരണം ആ കാലഘട്ടത്തിലുള്ള എല്ലാ ഡെവലപ്മെൻറ്റും, അഗ്രികൾച്ചർ ആണെങ്കിൽ, ടൗൺ പ്ലാനിങ്, നമ്മൾ പറഞ്ഞില്ലേ ആ ഒരു ടൗൺ പ്ലാനിങ് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? മോഹൻജദാരോ, ഹാരപ്പ, മോഹൻജദാരോ, ഈ 2 ടൗൺ പ്ലാനിങ് ഒക്കെ എന്താ ഒരു കാലഘട്ടത്തിലെ വെരി വെരി ഇമ്പോർട്ടൻ്റ്. അതൊക്കെ എക്സാമിന് വരും. പിന്നെ ഇതിൽ മിസ് പറഞ്ഞില്ലേ പാലി ഭാഷ, പാലി ലാംഗ്വേജ് ഏതായിരുന്നു ഉപയോഗിച്ചിരുന്നത്? പാലി, പ്രാകൃത്, പാലി. ഓക്കെ. ദെൻ പിന്നെ പറഞ്ഞത് എന്താണ്? നമ്മൾ കലിംഗ ട്രേഡ് ക്രാഫ്റ്റ്. ആ സമയത്ത് കലിംഗ ഭരിച്ചിരുന്ന ആ സമയത്ത് അവിടെ ട്രേഡും ക്രാഫ്റ്റും ഇൻഡസ്ട്രീസും അഗ്രികൾച്ചറും ഒക്കെ എന്തായിരുന്നു? ശാഖ എന്ന് പറയുന്ന വർഗ്ഗമായി ഗ്രീക്കിൽ നിന്നൊരു വർഗ്ഗം എവിടെ വന്നിരുന്നു? ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കാലഘട്ടത്തിൽ ഒരു ഭാഗത്തേക്ക് അവർ വന്നിരുന്നു. അപ്പോൾ അവരുടെ ഭാഗത്ത് അഗ്രികൾച്ചർ വേറെ തന്നെ ഡെവലപ്മെൻറ്റ് ചെയ്തു. അതേ സമയത്ത് അവരുടെ ട്രേഡും ക്രാഫ്റ്റും ഇൻഡസ്ട്രീസും. പക്ഷേ ഇതിലാത്തിലുപരി ഇമ്പോർട്ടൻ്റ് ആയി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആരാ? ചന്ദ്രഗുപ്ത മൗര്യ എന്നുള്ള രാജാവിൻ്റെ കാലഘട്ടത്തിൽ നടന്ന കാര്യങ്ങളാണ്. അതിലാണ് പാലി ഭാഷ, പ്രാകൃത്, കൗഡില്യ, അർത്ഥശാസ്ത്ര, മെഗസ്തനീസ്, ഇൻഡിക്ക,
പിന്നെ അദ്ദേഹം അന്ന് നടത്തിയിരുന്ന അദ്ദേഹത്തിൻ്റെ കോയിൻസ് ട്രേഡ് വ്യാപാരം ഫുൾ ഡെവലപ്മെന്റ് സെക്കൻഡ് അർബണൈസേഷൻ എന്ന പേരിലാണ് എന്തെന്നറിയപ്പെടുന്നത് നമ്മുടെ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കാലഘട്ടം. ഓക്കെ.